അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് ഇന്ന് ഫൈസയുടെ തലയിൽ സ്റ്റിച്ച് എടുക്കേണ്ട ദിവസമാണ് കേട്ടോ. ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പിന്നെയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം അവൻ്റെ സ്കൂളിൽ പോയിട്ട് അവൻ്റെ ബുക്സൊക്കെ ഒന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ നേരെ ചെന്ന് ബില്ലൊക്കെ അടച്ച് നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് സൈനൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാൾ കൂടി അവൻ്റെ ടീച്ചറിനെയും സാറുമാരെയും ചേച്ചിമാരെയൊക്കെ കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ആൾ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. നമ്മൾ ചാഴിയാട്ടായിരുന്നു അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നേരെ കാഷ്വാലിറ്റി കയറി അവർ ചെക്ക് ചെയ്തപ്പോഴേക്കും നല്ലപോലെ തന്നെ അങ്ങനെ പുറത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ് വരാൻ പറഞ്ഞ് നമ്മൾ തിരിച്ചു വിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫൈസയ്ക്ക് അങ്ങനെ മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മച്ചിയും ഫൈസയും കൂടെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കുറേ പാൽപ്പേടയും അതുപോലെ വേറെ എന്തൊക്കെയോ മിഠായിയൊക്കെ അവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ചിന്നാച്ചിനെയും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് കരുതി. പിന്നെ വീട്ടിലേക്കായിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കാളാഞ്ചിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ